എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 6-ാം തീയതി 21/12/2025. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നൊരു വിശ്രമ ദിവസമാണ്, ആലസ്യത്തിൻ്റെ ദിവസമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പുതിയതായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ദൂരയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ തേടി വരുന്ന ദിവസമായിരിക്കും. പുതിയ മീറ്റിങ്ങുകൾക്കും മറ്റുമായി ചർച്ചകൾക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നല്ല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഇന്നത്തെ ദിവസം കൊള്ളാം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില ഇടപാടുകൾ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ഇന്നെങ്കിൽ കൂടിയും വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുവാനും മറ്റും സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിവാഹ നിശ്ചയം നടക്കുവാനും സാധ്യതയാണ്. അതുപോലെ പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അപ്രതീക്ഷിതമായ ചില ആളുകളുടെ ഇടപെടൽ മൂലം വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ വിവാഹാധികാര്യങ്ങളിൽ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനങ്ങൾക്ക്, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. എല്ലാ വിഭാഗക്കാർക്കും ഏകദേശം ഇതേപോലെയുള്ള അനുഭവങ്ങളാണ് ഭവിക്കുന്നത്. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, ഉണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും 10ലെ കണ്ടകശനി മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായതോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവയവങ്ങൾ സംബന്ധിച്ച യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ആലസ്യവും അലസതയും മൂലം ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ സംരംഭങ്ങൾ തേടി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. എല്ലാത്തിനും ഫോളോ അപ്പ് ചെയ്യേണ്ട ദിവസമായിരിക്കും. ഉഴപ്പുന്ന സ്വഭാവം കളഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഭാവിയിൽ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുന്നതാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനത്തിൽ കയറി സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പോകുവാനും മറ്റും ശ്രദ്ധിക്കുക. അമിതമായ വേഗതയിൽ ഓടിയിട്ടൊരു കാര്യവുമില്ല. സാവകാശത്തിൽ എല്ലാം ആസ്വദിച്ച് മുൻപോട്ട് പോകുന്നത് ആരോഗ്യത്തിനും ആയുസ്സിനുമൊക്കെ ഗുണപ്രദമായിരിക്കും. ചില അപകട സാധ്യതകൾ ഉള്ള ദിവസമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക, മുതിർന്നവരെ അനുസരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനും പ്രതീക്ഷകൾ കൈവരുന്ന ദിവസവുമൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ് ഇന്ന്. ആരെയെങ്കിലും കണ്ട് സ്വന്തം കാര്യം സംസാരിക്കുമ്പോൾ വളരെ അനുകൂലമായ ഒരു ഭാവി ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കാതെ ഇരിക്കുക. കേസ് വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത് അനുകൂലമാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. ഇന്നത്തെ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോവുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. അതേപോലെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി 7 പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെയധികം ഫലപ്രദമായിരിക്കും. അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതേ അനുഭവമാണ് ഉണ്ടാകുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന രീതിയിലുള്ള മറുപടികൾ ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര.
ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ധാരാളം പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ വിവാഹാദി കാര്യങ്ങൾ തീരുമാനിക്കുവാനോ ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വിവാഹകാര്യത്തിൽ നീങ്ങി കിട്ടുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വരുന്നത് മൂലം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ഇടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എങ്കിൽ കൂടിയും മറ്റ് ചില വഴിയിലൂടെ ധനം ലഭിക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്ന ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അവസരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ദിവസമായിരിക്കും ഇന്ന്. കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്രമിക്കുക മൂലം ശരീരക്ലേശങ്ങൾക്ക് കായവ് വരുന്നത് ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വൃഥാ കോപിക്കുന്നത് മൂലവും പരുഷവചനങ്ങൾ മൂലവും കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പുതിയ പ്രതീക്ഷകൾ വരുന്ന ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സ്വന്തമായി വിവാഹം അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ തെളിഞ്ഞു വരുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസം കൈകാര്യം ചെയ്യുക. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ കായവ് വരുന്ന ദിവസമായിരിക്കും. ഇഷ്ടഭക്ഷണം ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളും ഒരുമിച്ച് ഉല്ലാസകരമായ യാത്ര നടത്തുകയോ സംഗമങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ സബലീകരിക്കുന്ന ദിവസമായിരിക്കും. ഗൃഹാന്തരീക്ഷത്തിൽ ശാന്തത കൈവരുന്ന ദിവസമാണ്. എന്നാൽ നിയമപരമായ ജോലി ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഫലങ്ങൾ ലഭിക്കുന്ന ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. ദൂരയാത്രയ്ക്ക് കൂട്ടമായി പോകുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അഥവാ ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഉണർന്നിരുന്ന് യാത്ര ചെയ്യേണ്ടതാണ്. രാത്രി യാത്രകൾ, വെളുപ്പാങ്കാലത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി നഷ്ടമുണ്ടായേക്കാവുന്ന ചില ചർച്ചകളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്വന്തമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. പുതിയ പ്രതീക്ഷകൾ കൈവരുന്ന ദിവസമാണ്. പിണങ്ങിപ്പോയ ബന്ധുക്കളോ പങ്കാളിയോ ഒക്കെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതുമൂലം സമാധാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. പിരിഞ്ഞുപോയ സന്താനങ്ങളെ കണ്ടുമുട്ടുവാനും സന്തോഷം പങ്കിടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ നിയമപരമായ ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നൊരു സൂചന ലഭിക്കുന്നതുകൊണ്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ശാന്തത ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ സഹകരണം മൂലം
സാമ്പത്തികമായ ഒരു പ്രതീക്ഷ കൈവരുന്ന ദിവസമായിരിക്കും. ഉല്ലാസയാത്ര നടത്തുന്നവർക്കും ശാരീരികമായി അധ്വാനിക്കുന്നവർക്കുമൊക്കെ വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി ചില ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കാത്തതിലുള്ള കുറ്റബോധം വരികയും മൗഢ്യം വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. അവസരങ്ങൾ തേടി വരുന്ന ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും ഈശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നു.